ഇന്നത്തെ ക്ലാസ്സിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ബേസിക് ആയിട്ട് വരുന്ന പോർഷൻസിലെ ബേസിക് കൺസെപ്ഷ്യൽ ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് അവർ ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ നമ്പർ സിസ്റ്റംസ് ആണ്. നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നോർമലി ചോദിക്കുന്നത് ഡിഫറെന്റ് നമ്പർ സിസ്റ്റംസിന്റെ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ട് അതിന്റെ റാഡിക്സോ അല്ലെങ്കിൽ ആ നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ എത്രയാണ്, അല്ലെങ്കിൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഡിഫറെന്റ് നമ്പർ സിസ്റ്റംസ് തമ്മിലുള്ള ഇന്റർ കൺവേർഷൻസ്, ഒരു നമ്പർ സിസ്റ്റം തന്നിട്ട് വേറെ ഏതെങ്കിലും നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നോർമലി ചോദിക്കുന്നത്. അതിനുശേഷം ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ലോജിക് ഗേറ്റ്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ബേസിക് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണെന്ത് ലോജിക് ഗേറ്റ്സ്. ഡിഫറെന്റ് ലോജിക് ഗേറ്റ്സിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ലോജിക് ഗേറ്റ്സ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലോജിക് ഗേറ്റ്സിൽ നിന്ന് ചോദിക്കുന്നത്. അതിനുശേഷം കെ മാപ്പും അതുപോലെ കോമ്പിനേഷനും അതുപോലെ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പർ സിസ്റ്റത്തിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നോർമലി ചോദിക്കുന്നത് ഇന്റർ കൺവേർഷൻസോ അല്ലെങ്കിൽ അതിന്റെ റാഡിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അന്നേരം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമ്പർ സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ഒരു മിനിമം ടൈമിൽ ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് ഫീൽ ചെയ്യും, ടൈം കൺസ്യൂം ചെയ്യും, നമുക്ക് ടെൻഷൻസ് കൂടും ടൈം കുറെ എടുക്കുമ്പോൾ. നോർമലി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ചോദിക്കാറില്ല. കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ടെന്ന് ഫീൽ ചെയ്താൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ് കറക്റ്റ് ആയിരിക്കത്തില്ല. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ഹെക്സാഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. അതിന്റെ ഈക്വലന്റ് ഒക്ടൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമലി ഒരു നമ്പർ സിസ്റ്റം തന്നാല് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബ്രാക്കറ്റിന് പുറത്ത് കൊടുക്കുന്ന നമ്പർ എന്തായിരിക്കും? ആ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് ആയിരിക്കും. റാഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ നമ്പർ സിസ്റ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെന്റ് സിമ്പിൾസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെന്റ് നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റാഡിക്സ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ റാഡിക്സ് 2 ആണ്, അല്ലെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ഒരിക്കലും റാഡിക്സ് 1 ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ഇല്ല. റാഡിക്സ് 1 ആണെങ്കിൽ ഒരു ഡേറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിൾ വെച്ചിട്ട് എല്ലാ ഡേറ്റ എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം. അന്നേരം ഡിഫറെന്റ് ഡേറ്റയെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഒരൊറ്റ സിമ്പിൾ വെച്ചിട്ട് പറ്റത്തില്ല. ദെയർഫോർ റാഡിക്സിന്റെ മിനിമം വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. റാഡിക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? 2 ആയിരിക്കും. റാഡിക്സ് 2 വരുന്ന നമ്പർ സിസ്റ്റത്തിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു. റാഡിക്സ് 8 വരുന്ന നമ്പർ സിസ്റ്റത്തിന് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു. റാഡിക്സ് 10 ആണെങ്കിൽ ഡെസിമൽ നമ്പർ സിസ്റ്റം ആയിരിക്കും. 16 ആണെങ്കിൽ എന്തായിരിക്കും? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആയിരിക്കും. ഇൻ ജനറൽ റാഡിക്സ് 6 ആണെങ്കിൽ 0 മുതൽ എവിടം വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 0 മുതൽ റാഡിക്സ് 6 ആണെങ്കിൽ R-1 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ n ബിറ്റ് വെച്ചിട്ട് നമുക്ക് 0 മുതൽ 2n-1 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ഹെക്സാഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തില് 0 to 9 വരെയുള്ള നമ്പറും വരും. അതിനുശേഷം 10 to 15 വരെ റെപ്രസെന്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആൽഫബെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ABCDEF എന്ന് പറഞ്ഞ ആൽഫബെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ടോട്ടൽ 10 + 6 = 16 നമ്പർ ഓഫ് ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്തായത്? 16 ആയത്. ഓക്കെ, അന്നേരം ഇവിടെ റാഡിക്സ് 16 ഉള്ള സിസ്റ്റത്തിൽ നിന്ന് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? റാഡിക്സ് 8 ഉള്ള നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അന്നേരം ഇതിൽ പല രീതിയിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഒന്നുകിൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. ആ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് പിന്നെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിനേക്കാളും കുറച്ചും കൂടി സ്റ്റെപ്സ് കുറച്ചുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഓക്കെ, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഒരു ഡിജിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ 4 ബിറ്റിനെ യൂസ് ചെയ്യും. 0 റെപ്രസെന്റ് ചെയ്യാൻ 4 0 യൂസ് ചെയ്യും. 1നെ റെപ്രസെന്റ് ചെയ്യാൻ 0 0 1 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 2നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 0 0 1 0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് ഒരു പർട്ടിക്കുലർ നമ്പർ സിസ്റ്റം, ഏതൊരു നമ്പർ സിസ്റ്റം എടുത്താലും അതിലെ ഓരോ ഡിജിറ്റിനെയും ഹെക്സാഡെസിമലില് റെപ്രസെന്റ് ചെയ്യാൻ മിനിമം എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് വേണം? 4 നമ്പർ ഓഫ് ബിറ്റ്സ് വേണം. 4 ബിറ്റ്സ് വെച്ചിട്ടായിരിക്കും ഹെക്സാഡെസിമലില് ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഇവിടെ 1.43 എന്ന് പറഞ്ഞ ഒരു ഹെക്സാഡെസിമൽ നമ്പറിലെ ഓരോ ഡിജിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് വേണം? 4 നമ്പർ ഓഫ് ബിറ്റ്സ് വേണം. ആ 4 നമ്പർ ഓഫ് ബിറ്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ കിട്ടും. ഒന്നുകൂടി പറയാം, ഒരു ഹെക്സാഡെസിമൽ നമ്പർ തന്നാല് അതിലെ ഓരോ ഡിജിറ്റിനെയും 4 ബിറ്റ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്താല് അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, 1 എന്ന് പറയുന്നത് എന്താണ്? 0 0 0 1 ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 10 ആണ്. ബി എന്ന് പറയുന്നത് 11 ആണ്. 10നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 10നെ 1 0 1 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ബി എന്ന് പറഞ്ഞ നമ്പറിന് 11 ആണ്. 11 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 0 1 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. സി എന്ന് പറയുന്നത് 12 ആണ്. 12നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 1 0 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 1 0 1 1 1 1 0 1 ആയിരിക്കും. ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ എന്ന് പറയുന്നത് 1 1 1 0 ആയിരിക്കും. ഓക്കെ, അന്നേരം ഈ ഇ എന്ന് പറഞ്ഞ നമ്പറിനെ 4 ബൈനറി ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 1 1 1 0 എന്ന് എഴുതാം. ഓക്കെ, അതിനുശേഷം 4 വന്നിട്ടുണ്ട്. 4നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0 1 0 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 3നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0 0 1 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അന്നേരം ഈ റെപ്രസെന്റേഷൻ എല്ലാവർക്കും അറിയാമോ? ഓക്കെ ഓക്കെ, അന്നേരം സിമ്പിൾ ആണ്. കറസ്പോണ്ടിങ് ഓരോ ഡിജിറ്റിനെയും എന്തിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. നിങ്ങൾ ജസ്റ്റ് ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താണ് നോർമലി ചെയ്യുന്നത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡേഴ്സ് എന്തൊക്കെ കിട്ടാം? ഒന്നുകിൽ 0 കിട്ടാം, അല്ലെങ്കിൽ 1 കിട്ടാം. അന്നേരം നോർമലി ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ കൺവേർഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പം എത്ര ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം? 4 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. 1നെ 0 0 0 1 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? 1 1 1 0 എന്ന് റെപ്രസെന്റ് ചെയ്തു. 4നെ 0 1 0 0 എന്ന് റെപ്രസെന്റ് ചെയ്തു. 3നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? 0 0 1 1 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അന്നേരം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് 16 ആയതുകൊണ്ടാണ് നമ്മൾ എത്ര ബിറ്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തത്? 4 ബിറ്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തത്. അന്നേരം ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടത് ഒക്ടലിലോട്ടാണ്. നമുക്കറിയാം ഒക്ടൽ 8 എന്ന് പറയുന്നത് എന്താണ്? 2⁻³ ആണ്. therefore 3 ബിറ്റ് വെച്ചിട്ട് നമുക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യാം? ഒക്ടൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4 ബിറ്റിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് 3 ബിറ്റിന്റെ ഗ്രൂപ്പ് മതി. therefore നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം 3 ബിറ്റ് വരുന്ന ഒരു ഗ്രൂപ്പ് ആക്കുക. 3 ബിറ്റ് വരുന്ന ഗ്രൂപ്പ് ആക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്തായിരിക്കും? 1 1 0 ആയിരിക്കും. എപ്പോഴും ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ LSB എന്നായിരിക്കും നമ്മൾ ഗ്രൂപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് എന്തായിരിക്കും? 1 1 0 0 1 1 0 ആയിരിക്കും അടുത്ത ഗ്രൂപ്പ് വരുന്നത്. ഇവിടെ 0 0 ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഡെസിമൽ പോയിന്റിന്റെ റൈറ്റിലോട്ട് ഗ്രൂപ്പ് ആക്കുമ്പം ഫസ്റ്റ് പോയിന്റിൽ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവിടെ MSB ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിലോട്ട് വരുമ്പം അതിന്റെ വെയിറ്റ് കൂടി വരും. തിരിച്ച് ഡെസിമൽ പോയിന്റിന്റെ റൈറ്റിലോട്ട് പോകുമ്പം വെയിറ്റ് എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. 2⁻⁻1 2⁻2 അങ്ങനെ ആയിരിക്കും പോകുന്നത്. തിരിച്ച് ലെഫ്റ്റിലോട്ട് ആകുമ്പോൾ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിലോട്ട് ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റിന്റെ വെയിറ്റ് എന്തായിരിക്കും? 2⁻0 ആയിരിക്കും. അടുത്ത ബിറ്റിന്റെ എന്തായിരിക്കും? 2⁻1 ആയിരിക്കും. അങ്ങനെ ഇൻക്രീസിങ് ആയിരിക്കും. therefore ഗ്രൂപ്പ് ചെയ്യേണ്ടത് ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ LSB എന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
തിരിച്ച് ഡെസിമൽ പോയിന്റിന്റെ റൈറ്റിൽ നിന്നാണെങ്കിൽ എവിടെ നിന്നായിരിക്കണം, ഫസ്റ്റ് ബിറ്റിൽ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. therefore ഫസ്റ്റ് ഗ്രൂപ്പ് എന്തായിരിക്കും, 010 ആയിരിക്കും. നെക്സ്റ്റ് ഗ്രൂപ്പ് 000 ആയിരിക്കും. അടുത്ത ഗ്രൂപ്പ് 11 ആണ്. അവിടെ ബിറ്റ് ഇല്ലാത്തത് കൊണ്ട് എക്സ്ട്രാ എന്ത് ആഡ് ചെയ്യും, നമുക്ക് ഒരു 0 ആഡ് ചെയ്യാം. ഓക്കെ, ഇനി കറസ്പോണ്ടിങ് ഈ 3 ഗ്രൂപ്പിന്റെ ഡെസിമൽ റെപ്രസെന്റേഷൻ എഴുതുക. 110 എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി 6 ആണ്. therefore അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 6 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 011 എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എന്ത് വന്നിട്ടുണ്ട്, 010 ആണ് ഫസ്റ്റ് നമ്പർ. 010 എന്ന് പറയുന്നത് ഏത് ഡെസിമൽ നമ്പർ ആണ്, 2 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ ആണ്. നെക്സ്റ്റ് 000 ആണ്, അതെന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. 110 എന്ന് പറയുന്നത് എന്താണ്, 6 ആണ്. therefore ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ റെപ്രസെന്റേഷൻ ഇതായിരിക്കും. ഫസ്റ്റ് തന്നിരിക്കുന്ന ഹെക്സാഡെസിമലിനെ 4 ബിറ്റ് വരുന്ന കറസ്പോണ്ടിങ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹെക്സാഡെസിമലിനെ എന്ത് ചെയ്യുക, ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. എപ്പോഴും ഹെക്സാഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓരോ ഡിജിറ്റിനെയും 4 ബിറ്റ് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. 0 മുതൽ 15 വരെയുള്ള ഡെസിമൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി ഡേറ്റയെ 4 ബിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. അതിനുശേഷം ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 3 ബിറ്റ്സിനെ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം ഡെസിമൽ പോയിന്റിന്റെ റൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, 3 ബിറ്റിന്റെ ഗ്രൂപ്പ് ആക്കുക. ആ ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, ഒക്ടൽ നമ്പർ കിട്ടും. ഓക്കെ, ഇതിൽ 3 രീതിയിൽ നമുക്ക് ആക്ച്വലി കൺവേർട്ട് ചെയ്യാം ഹെക്സാഡെസിമലിനെ ഒക്ടലിലോട്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ബൈനറി ആക്കുക. ബൈനറിയിൽ നിന്ന് 3 ബിറ്റിന്റെ ഗ്രൂപ്പ് ആക്കുക. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. മിനിമം 0 to 15 വരെയുള്ള എല്ലാ ഡെസിമലിന്റെയും കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ എന്താണെന്ന് ബൈഹാർട്ട് ചെയ്ത് ഓർത്തിരിക്കുക. 0000 മുതൽ 1111 എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ വരെ എന്ന് പറഞ്ഞാൽ 0 to 15 വരെയുള്ള എല്ലാ ഡെസിമൽ നമ്പറിന്റെയും കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ ഓർത്തിരിക്കുക. അതറിയാമെങ്കിൽ ബാക്കി കൺവേർഷൻസ് ഒക്കെ കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്തായിരിക്കും, ഓരോ ഡെസിമൽ നമ്പറിനെയും ഫസ്റ്റ് എന്തിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കേണ്ടി വരും, ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇ ആയിരുന്നു ചോദിച്ചത്. ഇ എന്ന് പറയുന്നത് 14 ആണെന്ന് നമുക്കറിയാം. 14 കറസ്പോണ്ടിങ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 1110 ആണ് കിട്ടുന്നതെന്ന് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ ആ സ്റ്റെപ്സ് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ 14 എന്ന് പറഞ്ഞ നമ്പറിനെ ഫസ്റ്റ് എന്ത് ചെയ്യണം, ബൈനറിയിലോട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് അറ്റ്ലീസ്റ്റ് 0 to 15 വരെയുള്ള എല്ലാ ഡെസിമൽ നമ്പറിന്റെയും ബൈനറി റെപ്രസെന്റേഷൻ അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് 312 റാഡിക്സ് 18 ഇൻറ്റു ഡെസിമൽ. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, അതിലെ ഓരോ ഡിജിറ്റിനെയും അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഇവിടെ വെയിറ്റ് 6 ആണെങ്കിൽ നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡെസിമൽ നമ്പർ ഈക്വൽ ടു സി ആയിരിക്കും LSB എന്ന് പറയുന്ന നമ്പർ. therefore സിയുടെ വെയിറ്റ് എന്തായിരിക്കും, R⁻0 ആയിരിക്കും. നെക്സ്റ്റ് ബിയുടെ വെയിറ്റ് എന്തായിരിക്കും, R⁻1 ആയിരിക്കും. എയുടെ വെയിറ്റ് R⁻2 ആയിരിക്കും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ സിസ്റ്റം കിട്ടും. ഇവിടെ അതുപോലെ 312 റാഡിക്സ് 8 ആണ്. therefore കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്തായിരിക്കും, 3 ഉണ്ട്. അവിടെ 3 ആണ് MSB നമ്പർ. അതിന്റെ കൂടെ 1 ഉണ്ട്, 2 ഉണ്ട്. 2ന്റെ വെയിറ്റ് എന്തായിരിക്കും, 8⁻0 ആയിരിക്കും. 1ന്റെ വെയിറ്റ് 8⁻1 ആയിരിക്കും. 3ന്റെ വെയിറ്റ് എന്തായിരിക്കും, 8⁻2 ആയിരിക്കും. ഓക്കെ, ഇവിടെ 8ന് പകരം ഏത് റാഡിക്സ് വന്നാലും അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് എന്തായിരിക്കും, LSBയുടെ വെയിറ്റ് റാഡിക്സ്⁻0 ആയിരിക്കും. നെക്സ്റ്റ് ഇൻക്രീസ് ചെയ്ത് വരും, 1 ഇൻക്രീസ് ചെയ്ത് വരും. ഏതെങ്കിലും ഒരു ഡേറ്റ ബിറ്റ് 0 ആണെങ്കിൽ ആ 0 വരുന്നത് അവിടെ തന്നെ ഇടുക, കാൽക്കുലേഷൻ തെറ്റി പോകാണ്ടിരിക്കാൻ. therefore ഈ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ ആയിരിക്കും എന്ത്, കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ. ഓക്കെ, ഇവിടെ 8 സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. 4 × 3 എന്തായിരിക്കും, 12 ആയിരിക്കും. ഒരു 2 ഉണ്ട്.
ഇവിടെ 8 ഉണ്ട്. therefore 8 + 2 0 വരും. 2 × 8 എന്താണ്? 16 ആണ്. ഓക്കെ, അന്നേരം ടോട്ടലി റെപ്രസെന്റേഷൻ എന്തായിരിക്കും? 64 × 3 = 212 + 8 + 16 ആയിരിക്കും. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, 236 ആണ് ആൻസർ വരേണ്ടത്. ഓക്കെ സോറി, ഇവിടെ 8⁻0 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ലാസ്റ്റ് 2 ആണ്. therefore ഫൈനൽ റെപ്രസെന്റേഷൻ, സോറി ഇവിടെ കാൽക്കുലേഷൻ തെറ്റാണ്. 8² എന്ന് പറയുന്നത് 64 ആണ്. 64 × 3 എന്താണ്? 192 ആണ്. സോറി 192 ആണ്. 192 + 8 + 2 = എന്തായിരിക്കും? 202 ആയിരിക്കും. അന്നേരം സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 1 1 ചോദിച്ചോളൂ. ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിനെ ബൈനറി ആക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ആണോ? അതല്ല സെക്കൻഡ് വൺ. ഈ ക്വസ്റ്റ്യൻ യെസ്. ഇല്ല, ഇതിനെ ഒരിക്കലും നമുക്ക് ബൈനറി ആക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്താല് ആ ഗ്രൂപ്പിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? റാഡിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അല്ലാതെ ഡയറക്റ്റ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ബൈനറി ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറിന് അങ്ങനെ തന്നെ എഴുതാൻ പറ്റത്തില്ല. അപ്പൊ 3ക്ക് കറസ്പോണ്ടിങ് 0 1 1, 1ന് 0 0 1 1, 2ന് നമുക്ക് 0 1 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം? 0 × 2⁻0, 1 × 2⁻1, 0 × 2⁻2, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഈ ഓപ്ഷൻ ബി തന്നെ കിട്ടും. ഓക്കെ, അന്നേരം ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, പക്ഷെ ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ ആയിരിക്കും അവിടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 110 റാഡിക്സ് x = 132 റാഡിക്സ് 4, then x = ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറെ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ റാഡിക്സ് തന്നിട്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പർ സിസ്റ്റത്തിന്റെ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ റാഡിക്സ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കുറെ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ, √144 = 12 എന്നും പറഞ്ഞു തരുന്നു. then what is the minimum value of radix എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ റാഡിക്സ് ഒരു വേരിയബിൾ ആയിട്ട് തന്നിട്ട് ആ വേരിയബിൾ ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. 110 റാഡിക്സ് x = 132 റാഡിക്സ് 4 എന്ന് തന്നിട്ടുണ്ട്. ഈ റൈറ്റിൽ വന്നിരിക്കുന്ന നമ്പറുടെ റാഡിക്സ് അവർ തന്നിട്ടുണ്ട്. എക്സ് എന്താണെന്ന് നമുക്കറിയില്ല. ഏത് ഇക്വേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഏത് രണ്ട് നമ്പർ സിസ്റ്റം ആണെങ്കിലും, ആ രണ്ട് നമ്പർ സിസ്റ്റത്തിന്റെയും ഡെസിമൽ റെപ്രസെന്റേഷൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടി പറയാം, ഏത് രണ്ട് നമ്പർ സിസ്റ്റം റെപ്രസെന്റേഷൻ തന്നാലും ആ രണ്ട് നമ്പർ സിസ്റ്റത്തിന്റെയും കറസ്പോണ്ടിങ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്താല് രണ്ട് നമ്പറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിള്, എ എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ ആണ്. ഹെക്സാഡെസിമലിനെ കറസ്പോണ്ടിങ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ എന്ത് കിട്ടും? 1010 കിട്ടും. ഓക്കെ, 1010 കിട്ടും. ഇതിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്താല് വേറെ റെപ്രസെന്റേഷൻ ആയിരിക്കും കിട്ടുന്നത്. എന്ന് പറയുന്നത് 10 ആണ്. 10നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് റിമൈൻഡർ എന്തായിരിക്കും കിട്ടുന്നത്? 2 ആയിരിക്കും. ഇവിടെ 1 ആയിരിക്കും കിട്ടുന്നത്. therefore 1 2 എന്ന് റെപ്രസെന്റ് ചെയ്താൽ അത് എന്തായിരിക്കും? അത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആയിരിക്കും. കാരണം ഏത് നമ്പർ സിസ്റ്റം ആണെങ്കിൽ പോലും അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് പറയുന്നത് ഡെസിമലിൽ 10 ആണ്. 1010യെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്താൽ എന്ത് കിട്ടും? 10 കിട്ടും. 1 2 എന്ന് പറഞ്ഞ നമ്പറിനെ ഒക്ടൽ ആണെങ്കിൽ ആ ഒക്ടലിനെ തിരിച്ച് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? 10 തന്നെ കിട്ടും. അന്നേരം റാഡിക്സ് എന്തോ ആയിക്കോട്ടെ, അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ സിസ്റ്റം എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ കൺസെപ്റ്റ് മാത്രം ഇവിടെ യൂസ് ചെയ്താൽ മതി. 110 റാഡിക്സ് എക്സ് എന്ന് പറഞ്ഞ നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 110 ആണ് തന്നിരിക്കുന്ന നമ്പർ. ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എല്ലായ്പ്പോഴും അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. LSBയുടെ വെയിറ്റ് എല്ലായ്പ്പോഴും റാഡിക്സ് റേസ് ടു 0 ആയിരിക്കും. നെക്സ്റ്റ് ബിറ്റിന്റെ റാഡിക്സ് റേസ് ടു 1 ആകും. നെക്സ്റ്റ് ബിറ്റിന്റെ എന്താകും? റാഡിക്സ് റേസ് ടു 2 ആകും. ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ. അത് ഈക്വൽ ടു എന്തായിരിക്കും?
റൈറ്റിൽ വന്നിരിക്കുന്ന നമ്പറിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ റെപ്രസെന്റേഷൻ ആയിരിക്കും 132 ആണ് അവിടെ വന്നിരിക്കുന്ന നമ്പർ. 132 ആണ്. 2 LSB ആയതുകൊണ്ട് അതിന്റെ വെയിറ്റ് 4:0 ആയിരിക്കും. 3യുടെ വെയിറ്റ് എന്തായിരിക്കും? 4:1 ആയിരിക്കും. 1ന്റെ വെയിറ്റ് 4:2 ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ഡെസിമൽ നമ്പറും ഈക്വൽ ആയിരിക്കണം. therefore 1 into x square equal to x square ആയിരിക്കും. 1 into x equal to x ആയിരിക്കും. 0 into x raised to 0 എന്തായിരിക്കും? 0 ആയിരിക്കും. ഈക്വൽ ടു എന്താണ്? 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16 ആണ്. 16 പ്ലസ് 12 ഈക്വൽ ടു എന്ത് വരും? 28 വരും. 28 പ്ലസ് 2 എന്ത് വരും? 30 വരും. therefore ഇക്വേഷൻ എന്തായിട്ട് മാറും? x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 30 ഈക്വൽ ടു 0 വരും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് റാഡിക്സ് ആണ്. ഈക്വേഷന് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -30യും ആഡ് ചെയ്യുമ്പോൾ +1ഉം. ഓക്കെ, ഏതൊക്കെയാണ് നമ്പർ? +6 -5 ആണ്. therefore എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 5 ഓർ -6 കിട്ടും. ഇവിടെ നോക്ക്, റാഡിക്സ് എല്ലായ്പ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇവിടെ -6 എന്ന് പറയുന്നത് പോസിബിൾ അല്ല. therefore ആൻസർ എന്തായിരിക്കും? ആൻസർ 5 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് രണ്ട് നമ്പേഴ്സിന്റെയും ഡെസിമൽ റെപ്രസെന്റേഷൻ ഈക്വൽ എന്ന് എടുത്തു. അതിനുശേഷം ഇക്വേഷൻ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കുറെ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ചെയ്ത സ്റ്റെപ്സിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് റിക്വയർഡ് ടു റെപ്രസെന്റ് ഡെസിമൽ നമ്പർ 31 ഇൻ ഈക്വലന്റ് ബൈനറി ഫോർമാറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡ് 31നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ആ ബൈനറിയിൽ എത്ര ബിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരും. 15 ആയിരിക്കും. വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരും. 7 ആയിരിക്കും. റിമൈൻഡർ 1 ആയിരിക്കും. 3 വരും. റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. ആൻസർ 1 ആയിരിക്കും. 1 ലെസ് ദാൻ 2 ആയതുകൊണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. therefore കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ എന്താണ്? 1111 ആണ്. അതിനകത്ത് 5 ബിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ലാർജസ്റ്റ് നമ്പർ തന്നാൽ കുറച്ചും കൂടി ടൈം എടുക്കും. ഏറ്റവും ബേസിക് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്, തന്നിരിക്കുന്ന നമ്പറിനെ 2n-1 ആയിട്ട് എടുക്കുക. എന്നിട്ട് എടുക്കുക, തന്നിരിക്കുന്ന നമ്പറിനെ 2n-1. n ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എല്ലായ്പ്പോഴും 2n-1 ആയിരിക്കും. എന്താണ് പറഞ്ഞത്? n നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എപ്പോഴും എന്തായിരിക്കും? 2n-1 ആയിരിക്കും. n ബിറ്റ് വെച്ചിട്ട് 0 മുതൽ 2n-1 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. therefore തന്നിരിക്കുന്ന നമ്പറിന് എന്തെന്ന് എടുക്കുക? 2n-1 എന്ന് എടുക്കുക. അത് ചിലപ്പം 30 ആകാം, 35 ആകാം, 36 ആകാം. ആ നമ്പറിന്റെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ആ നമ്പർ ക്രോസ് ചെയ്യുന്ന ഏറ്റവും മിനിമം വാല്യൂ ഓഫ് n ആയിരിക്കണം ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ 31 ആയതുകൊണ്ട് 2n ഈക്വൽ ടു 32 നമുക്കറിയാം 2/5 ആണ്. therefore n ഈക്വൽ ടു എന്ത് കിട്ടും? 5 കിട്ടും. ഇവിടെ 31ന് പകരം 32 ആയിരുന്നു ഇരിക്കട്ടെ. 32 അങ്ങനെ 2n-1 ഈക്വൽ ടു 32. 2n ഈക്വൽ ടു എന്ത് വരും? 33 വരും. 2n-ന് 5 കൊടുത്താൽ 2/5 ഈക്വൽ ടു നമുക്ക് എവിടം വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? 31 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. therefore മിനിമം 33 ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് വേണം? 6 നമ്പർ ഓഫ് ബിറ്റ്സ് വേണം. കാരണം എന്താണ്? 32 കഴിഞ്ഞാൽ അടുത്ത വരുന്ന പവർ എന്താണ്? 64 ആണ്. therefore 32നും 64നും ഇടയിലുള്ള നമ്പറിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ മിനിമം എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് വേണം? 6 നമ്പർ ഓഫ് ബിറ്റ്സ് വേണം. ഓക്കെ, അതിന് അതും കൂടെ ഓർത്തിരിക്കുക. ഇവിടെ 31 ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് 2ന്റെ പവർ ആയിട്ട് ആൻസർ കിട്ടി. 31 വരെ നമുക്ക് 5 ബിറ്റ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. 31 മുതൽ 63 വരെ ആണെങ്കിൽ 6 വേണം. 63 മുതൽ 127 വരെ ആണെങ്കിലോ 7 വേണം. അങ്ങനെ ആയിരിക്കും പോകുന്നത്. അതിനിങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പർ ഈക്വൽ ടു എന്തെന്ന് എടുക്കുക? ഏറ്റവും ലാർജസ്റ്റ്
n ബിറ്റ് റെപ്രസെന്റേഷൻ ഈക്വൽ ടു 2n-1 എന്ന് എടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇടയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ബൈനറി നമ്പർ ഈസ് ഈക്വലന്റ് ടു ഡെസിമൽ നമ്പേഴ്സ് 24? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 24ന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എന്താണെന്ന് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാണ്ട് പറയാം. 24 ഈവൻ നമ്പർ ആണ്. therefore ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. 24 ഡിവൈഡഡ് ബൈ 2 എന്താണ്? 12 ആണ്. 12നെ ഈവൻ നമ്പർ ആയതുകൊണ്ട് റിമൈൻഡർ 0 കിട്ടും, 6 കിട്ടും. 6നെ ഈവൻ നമ്പർ ആയതുകൊണ്ട് റിമൈൻഡർ 0 ആയിരിക്കും. 3 കിട്ടും. 3നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. വീണ്ടും ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. therefore റെപ്രസെന്റേഷൻ എന്തായിരിക്കും? 11000 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നോർമലി ചോദിക്കാറില്ല. അഥവാ ചോദിച്ചാലും എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ബൈനറി നമ്പർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലോജിക് ഗേറ്റ്സ് ആണ്. ലോജിക് ഗേറ്റ്സിൽ നിന്ന് നോർമലി ചോദിക്കുന്നത് ഒരു സർക്യൂട്ട് തന്നിട്ട് അത് ഏത് ഗേറ്റിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർക്യൂട്ട് തന്നിട്ട് ആ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്വേഷൻ തന്നിട്ട് ആ ഇക്വേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സർക്യൂട്ട് ഡയഗ്രാം എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ് വേണം, എത്ര നമ്പർ ഓഫ് നോട്ട് ഗേറ്റ് വേണം, എത്ര നമ്പർ ഓഫ് യൂണിവേഴ്സൽ ഗേറ്റ്സ് വേണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ലോജിക് ഗേറ്റ്സിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോവിങ് കോൺഫിഗറേഷൻ ഓഫ് ദ ലോജിക് ഗേറ്റ് ഈസ് ഈക്വലന്റ് ടു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്നെങ്കിൽ എക്കും ബിക്കും 2 ഇൻപുട്സ് കൊടുത്തിട്ട് ആ കറസ്പോണ്ടിങ് ആ 2 ഇൻപുട്ട് കൊടുക്കുമ്പം ആ സെയിം ഔട്ട്പുട്ട് തന്നെ വരുന്ന ഏത് ഓപ്ഷൻ ആണോ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ മിക്കവാറും കേസിൽ 2 ലോജിക് ഗേറ്റ്സിന്റെ ഔട്ട്പുട്ടൊക്കെ അതണക്ക് വരും. അന്നേരം നമ്മൾ ഡിഫറെന്റ് ഇൻപുട്സ് മാറ്റി കൊടുക്കേണ്ടി വരും. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അല്ലാണ്ട് ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ഇൻപുട്സിന് കറസ്പോണ്ടിങ് 2 വാല്യൂസ് കൊടുക്കുക, രണ്ടോ രണ്ടിൽ കൂടുതൽ കോമ്പിനേഷൻസ് നോക്കുക, ആ സെയിം കോമ്പിനേഷൻ തന്നിരിക്കുന്ന ഗേറ്റ്സിലും കൊടുക്കുക, സെയിം ഔട്ട്പുട്ട് ഈ ഇൻപുട്സ് കൊടുക്കുമ്പോൾ സെയിം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല, അത് ടൈം കൺസ്യൂമിങ് ആണ്. therefore നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് മെത്തേഡ് തന്നെ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന ഗേറ്റ് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് എന്ന് പറയുന്നത് സമ്മിങ് ഗേറ്റ് ആണ്. തരുന്ന ഇൻപുട്സിന്റെ സം ആയിരിക്കും എന്ത്? ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട്. therefore എ പ്ലസ് ബി ആയിരിക്കും ഇവിടുത്തെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇവിടെ എയും ബിയും ഒരു ആൻഡ് ഗേറ്റിൽ കൊടുത്തിരിക്കുന്നു. ആൻഡിന്റെ ഔട്ട്പുട്ടിൽ ഇൻവെർട്ടർ ഉണ്ട്. therefore ഇത് എന്ത് ഗേറ്റ് ആയിരിക്കും? നാൻഡ് ഗേറ്റ് ആയിരിക്കും. നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ആൻഡ് എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിന്റെ ഇൻവെർട്ടർ ഓപ്പറേഷൻ ആയിരിക്കും എന്ത്? നാൻഡിന്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഈ 2 ഇൻപുട്ടും കൂടെ എവിടെ കൊടുത്തിരിക്കുന്നു? വീണ്ടും ഒരു ആൻഡ് ഗേറ്റിൽ കൊടുത്തിരിക്കുന്നു. therefore ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? കൊടുത്തിരിക്കുന്ന ഇൻപുട്സിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. എ പ്ലസ് ബിയുടെയും അതുപോലെ എ ഇൻറ്റു ബി ദ വോൾ കോംപ്ലിമെന്റിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ത്? ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഇതിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇവിടെ കോംപ്ലിമെന്റ് 2 ഇൻപുട്സിലാണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. therefore നമുക്ക് ആ 2 ഇൻപുട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് അപ്ലൈ ചെയ്യാം? ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇൻപുട്ടിനെ എന്ത് ചെയ്യുക? കോംപ്ലിമെന്റ് ചെയ്യുക. അതിനുശേഷം ആൻഡ് ഓപ്പറേഷൻ എന്താക്കി മാറ്റുക? ഓർ ഓപ്പറേഷൻ ആക്കി മാറ്റുക. എ ഡോട്ട് ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്തായിരിക്കും? എ ബാർ പ്ലസ് ബി ബാർ ആയിരിക്കും. അതുപോലെ എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് വന്നാൽ ആൻസർ എന്തായിരിക്കും? എ ബാർ ഇൻറ്റു ബി ബാർ ആയിരിക്കും. ഈ 2 ലോയെ പറയുന്ന പേരാണ് എന്ത്? ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? എ പ്ലസ് ബി ഇൻറ്റു എന്തായിരിക്കും? എ ബാർ പ്ലസ് ബി ബാർ ആയിരിക്കും. ഓക്കെ, എ ഇൻറ്റു എ ബാർ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ബി ഇൻറ്റു ബി ബാർ 0 ആയിട്ട് മാറും. എ ഇൻറ്റു ബി ബാർ ഈക്വൽ ടു ഫസ്റ്റ് മിൻ ടൈം ആയിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും? ബി ഇൻറ്റു എ ബാർ ആയിരിക്കും. ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? എ ബാർ ഇൻറ്റു ബി എന്ന് എഴുതാം.
ഇത് ഏത് ലോജിക് ഗേറ്റിന്റെ ലോജിക് എക്സ്പ്രഷൻ ആണ്? എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്ന് പറയുന്നത് ഏത് ലോജിക് ഗേറ്റിന്റെ ലോജിക് എക്സ്പ്രഷൻ ആണ്? അതെ അതെ, എക്സോർ ഗേറ്റിന്റെ ആണ്. എല്ലായ്പ്പോഴും ഓർത്തിരിക്കുക, രണ്ട് ഇൻപുട്സ് ഡിഫറെന്റ് ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് 1 തരുന്ന ഗേറ്റ് ആണ് എക്സോർ ഗേറ്റ്. അല്ലെങ്കിൽ കമ്പറേറ്റർ ഐസിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഗേറ്റ് ആണ് എക്സോർ ഗേറ്റ്. അല്ലെങ്കിൽ ആർഡർ സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഗേറ്റ് ആണ് എന്ത്? എക്സോർ ഗേറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എക്സോർ ഗേറ്റ് ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ ഏത് ഗേറ്റ് വേണമെന്ന് ചോദിക്കും. ഓക്കെ, എക്സോർ ഗേറ്റ് നോർമലി ഓഡ് നമ്പർ ഓഫ് വൺസ് ഉണ്ടെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് വൺസ് ഇൻപുട്ടിൽ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 തരുന്ന ഗേറ്റ് ആണ് എന്ത്? എക്സോർ ഗേറ്റ്. ഇപ്പം നമ്മൾ 100 ഇൻപുട്സ് കൊടുക്കുന്നു. 100 ഇൻപുട്സിൽ ഏതൊക്കെ ഇൻപുട്ട് കോമ്പിനേഷൻസിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്നു ആ എല്ലാ കേസിലും ഔട്ട്പുട്ട് ഓഫ് എക്സോർ ഗേറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അന്നേരം ഇപ്പൊ 00 2 ബിറ്റ് ആണെങ്കിൽ 0010 0111 ആണ് കോമ്പിനേഷൻ. ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? 10യും അതുപോലെ 01ഉം. അവിടെ മാത്രം ഔട്ട്പുട്ട് 1 തരുന്ന ഗേറ്റ് ആണ് എന്ത്? എക്സോർ ഗേറ്റ്. ദെർഫോർ ഇവിടെ ഈ ലോജിക് സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഏത് ഗേറ്റിന്റെ ലോജിക് എക്സ്പ്രഷൻ ആണ് കിട്ടുന്നത്? എക്സോർ ഗേറ്റിന്റെ. ഓക്കെ, ഈ എക്സോർ ഗേറ്റിനെ വീണ്ടും കോംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് നോർ ഗേറ്റ് കിട്ടും. എക്സ് നോർ ഗേറ്റ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഓഫ് വൺസ് വരുമ്പം അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് 0 വരുമ്പം മാത്രം ഔട്ട്പുട്ട് 1 തരുന്ന ഗേറ്റ് ആണ് എന്ത്? എക്സ് നോർ ഗേറ്റ്. അതിന്റെ ലോജിക് എക്സ്പ്രഷൻ ഇൻറ്റു ബി ബാർ പ്ലസ് എ ബി ആയിരിക്കും. ഏത് ഗേറ്റിന്റെ ലോജിക് ഔട്ട്പുട്ട്? എക്സ് നോർ ഗേറ്റിന്റെ. താങ്ക് യു ഓൾ.